ശ്യാം ദേവരാജ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്യാമ, ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു തടസ്സവും പോലീസിന് മുന്നിലില്ല. പക്ഷേ പ്രക്ഷോഭം എവിടെയാണെന്ന് പോലീസിന് അറിയില്ല എന്നത് മാത്രം. പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഈ നിമിഷവും പോലീസിന് മുന്നിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. എല്ലാ നിയമപരമായ പ്രതിബന്ധങ്ങളും പോലീസ് മറികടന്നിരിക്കുന്നു. കാരണം പ്രക്ഷോഭ് സി വത്സൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു, SC/ST കോടതി തള്ളിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മുന്നിൽ യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ല, എന്തെങ്കിലും ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം, പ്രത്യേകിച്ചും ബലാത്സംഗ കേസിലെ പ്രതിയാണ് പ്രക്ഷോഭ് സി വത്സൻ. ബലാത്സംഗ കേസ് മാത്രമല്ല, ദളിത് പീഡന നിരോധന നിയമം കൂടി പ്രക്ഷോഭ് സി വത്സനെതിരെ ചുമത്തിയിട്ടുമുണ്ട്. ഈ കുറ്റങ്ങൾ കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് ഇതൊരു ഗൗരവതരമായ സാഹചര്യമാണ് എന്നതുകൊണ്ട് തന്നെ പ്രക്ഷോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തത്, മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി തള്ളുകയും ചെയ്തത്. ഈ കേസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനെത്തിയ ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലും ഹോട്ടലിലും വാഹനത്തിലും വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. അതൊരു ഗൗരവതരമായ പരാതിയാണ്. മാത്രമല്ല, ഈ പരാതിക്കാരി കോടതിയിൽ നേരിട്ടെത്തി നൽകിയ മൊഴി എന്നത് പീഡനത്തെ തുടർന്ന് യുവതി ഗർഭിണിയായി എന്നും പ്രക്ഷോഭ് സി വത്സൻ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ഈ പരാതിക്കാരി യുവതി നൽകിയ മൊഴി. അതുതന്നെ അങ്ങേയറ്റം ഗൗരവതരമായി എടുത്താണ് കോടതി പ്രക്ഷോഭ് സി വത്സന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നത്. ഈ പെൺകുട്ടി സ്വീകരിച്ച ധൈര്യം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി മൊഴി നൽകുന്നതടക്കമുള്ള നിലപാട് പെൺകുട്ടി സ്വീകരിച്ചിരുന്നു. ആ പരാതിയിൽ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. തന്റെ സ്വാധീനമടക്കം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, ജനപ്രതിനിധികളുമായുള്ള ബന്ധമടക്കം ചിത്രങ്ങളടക്കം കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്ന ആരോപണമൊക്കെ ആ പെൺകുട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നത് അടക്കം നമ്മൾ കേൾക്കുകയും ചെയ്തു.